ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം നൽകുന്ന സന്ദേശം കാലാധിവർത്തിയും ദേശാധിവർത്തിയുമാണെന്ന് ഇന്ന് നമ്മുടെ ഈ സമൂഹം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെ നാം നോക്കിയാലും അസന്തുലിതമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മനുഷ്യരാശി വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. സങ്കുചിതമായ മാനുഷിക പരിഗണനകളും ചിന്തകളും ജീവിതത്തെ അങ്ങേയറ്റം പ്രശ്നഭരിതമാക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു വന്നിരിക്കുന്ന ദാർശനികമായ മൂല്യങ്ങളും മൂല്യബോധങ്ങളും എത്രമാത്രമാണ് മനുഷ്യരാശിയുടെ ഹൃദയങ്ങൾക്ക് ആവശ്യമായി തീരുക, ഒഴിച്ചുകൂടാൻ വയ്യാത്തതായി തീരുക എന്ന് ചിന്താശേഷിയുള്ളവരൊക്കെ തന്നെയും ഇന്ന് വളരെ ഉച്ചത്തിൽ ചിന്തിക്കുകയും സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്യുകയാണ്. ഇത് ഈ ദർശനം, ഈ മൂല്യബോധം മനുഷ്യ ജീവിതത്തോട്, മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തോട് ഇഴചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യ സൃഷ്ടി, സമൂഹ സൃഷ്ടി ഉണ്ടാകില്ല എങ്കിൽ എത്രമാത്രം അരാജകത്വത്തിലേക്കാണ് ഈ മനുഷ്യരാശി കടന്നു പോകുന്നതെന്ന് സമീപകാല സംഭവങ്ങളും നമ്മുടെ ഈ സമൂഹത്തിലെ ചുറ്റുപാടുകളും നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ, ചിന്തകൾ, ജീവിത രീതികൾ കൃത്യമായും ചർച്ച ചെയ്യപ്പെടുകയും പഠിക്കുകയും പ്രചരിപ്പിക്കപ്പെടുകയും മാത്രം പോരാ, ഇന്ന് പ്രചരണം മാത്രമാണ് നടക്കുക. യഥാർത്ഥത്തിൽ അത് ആചരിക്കുന്നവർ എത്ര പേരുണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എണ്ണം തീരെ കുറവാണെന്ന് നമുക്കറിയാം. വേദികളിൽ, സദസ്സുകളിൽ, ഉച്ചഭാഷണിയുടെ മുമ്പിൽ വന്നു നിന്ന് ഗുരുദേവ ദർശനങ്ങളുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നവരൊന്നും തന്നെ സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശേഷമില്ല എന്നുള്ള സത്യം കൂടി നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയും ഗുരുവിൻ്റെ മൂല്യബോധത്തോട് ചേർത്ത് നിർത്താനും അതോട് കൂറു പുലർത്താനും അതിനോടൊപ്പം നിലകൊള്ളാനും കഴിയാത്ത പ്രവൃത്തികളോ പ്രസംഗങ്ങളോ ഒന്നും തന്നെ ആത്മവഞ്ചനയായി മാറാതിരിക്കാൻ നാം ഓരോരുത്തരും ബുദ്ധിജീവികളും ചിന്തകന്മാരും ശ്രീനാരായണ ദർശനത്തിൻ്റെ പ്രചാരകരെന്ന് പറയുന്നവരും ഒക്കെ ശ്രമിക്കേണ്ട കാലമാണ് ഇതെന്ന് ഓർമ്മിപ്പിക്കാതെ വയ്യ.